ഇന്നത്തെ ആളുകൾ പ്രത്യേകത രണ്ടിടത്തും നിൽക്കും. ചില രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുന്ന പോലെ രണ്ടിടത്തും നിൽക്കും. നമ്മുടെ ആളുകൾ പൊളിറ്റിക്സ് ആണ്, ഒന്നും സമൂഹത്തിൽ പൊളിറ്റിക്സ്. നമ്മളെ അച്ഛൻ എന്നെ കാണും ഭയങ്കര വിവാഹം പ്രസലോഷ്, വേറെ കാണും വേറൊരു സ്വഭാവം. പള്ളിക്കകത്തേക്കുമ്പോൾ വലിയ പ്രാർത്ഥനക്കാർ, ഇവനെ പിടിച്ചാൽ അച്ഛനാക്കാൻ കൊള്ളാമെന്ന് തോന്നും പ്രസലോഷ്. ചിലടത്ത് ഹല്ലേലൂയ. വേറെ സ്ഥലത്ത് അവനെ കൊണ്ട് വേറെ രൂപത്തിലാണ് കാണുന്നത്. ഓരോ സാഹചര്യം അവൻ ശരി, പണ്ടൊക്കെ ഞങ്ങൾ പറയുന്നു ഓന്തിന് നിറം മാറുന്ന പോലെ സാഹചര്യങ്ങളനുസരിച്ച് ഓരോ നിറങ്ങളും കാണിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെയുള്ളവനൊന്നും ഈ നാമം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശക്തി അനുഭവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആ നാമം ഉപയോഗിക്കുമ്പോൾ ശക്തി കിട്ടണമെങ്കിൽ വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ആ നാവിൽ നമ്മൾ കർത്താവിന് നാമം ഉപയോഗിക്കുന്ന നാവുണ്ടല്ലോ, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാവ്, ഓരോ ദിവസം കർത്താവിൻ്റെ ശരീരവും രക്തവും ഉൾക്കൊള്ളുന്ന നാവിനെ എന്ത് വിശുദ്ധമായി സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാൾ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരിക്കൽ റോമിൽ പോയപ്പോൾ പാതുവായിൽ പോകാൻ ദൈവം കൃപ തന്നു. പാതുവായിൽ ചെന്നപ്പോൾ വിശുദ്ധ അന്തോനിയോസ് പുണ്യാളച്ചൻ്റെ ഈ അഴുകാത്ത നാവിൻ്റെ ഒരു തിരുശേഷിപ്പിൻ്റെ മുമ്പിൽ ഞാൻ ഏകദേശം 2 മണിക്കൂറോളം ഞാൻ മുട്ടുകുത്തി ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചതാണ്. എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം അഴുകാത്തൊരു നാവുണ്ട്. കർത്താവിൻ്റെ വചനം മാത്രം പറഞ്ഞ് അവൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിച്ച് ആ വ്യക്തിയുടെ വിശുദ്ധൻ്റെ നാവ് അഴുകാതെ നിൽക്കുന്ന കാണാൻ പറ്റും. സഭയിൽ എത്രയോ വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാത്ത ശരീരങ്ങൾ എന്ന് പറയും. അപ്പം അതിൻ്റെ കാരണം അവരെ വിശുദ്ധി പാലിച്ചത് കൊണ്ടാണ്. നമ്മൾ പറഞ്ഞിട്ട് വചനങ്ങൾ പറഞ്ഞിട്ട് പലർക്കും അത്ഭുതമാണ്. നമ്മൾ പലതും പറയുന്നതിൻ്റെ കൂട്ടത്തിൽ 2 തരം പാട്ടും പാടും. ലോകത്തിൻ്റെ പാട്ടും പാടും, ദൈവത്തിൻ്റെ പാട്ടും പാടും. ഇപ്പോഴത്തെ നമ്മൾ വേറെ കാര്യവും പറയും. രണ്ടും വേണമെന്നാണ് പറയുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥ പോലെയാണ്. ഏലിയാ പ്രവാചകൻ കാർമൽ മലയുടെ ചുവട്ടിൽ, അതിൻ്റെ മുകളിൽ, കർമ്മലയുടെ മുകളിൽ ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൊട്ടുമ്പോൾ അഹാബ് രാജാവുണ്ട്, ജസബൽ രാജ്ഞിയുടെ 450ഓളം പ്രവാചകന്മാരും കൂടി ഒരുമിച്ച് അവിടെ കൂടുമ്പോൾ അവിടെ വെച്ച് ഏലിയ തുടങ്ങുന്നൊരു വാക്കുണ്ട്. നല്ലൊരു വാക്കാണ്. 18-ാം അധ്യായം 21, 20, 21, 22 വചനം. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ അത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. 2 വഞ്ചിയിൽ. അതാണ് ക്രിസ്ത്യാനിക്കെന്ന് ക്രിസ്തുവാനുഭവം നഷ്ടപ്പെടാൻ കാരണം. 2 വഞ്ചിയിൽ കാൽ വയ്ക്കും. ധ്യാനത്തിന് കൂടെ വരും, അവൻ ആ വഞ്ചിയിൽ കയറും. പ്രൈസ് ദി ലോർഡ്. ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങും, അടുത്ത വഞ്ചിയിൽ കയറും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരും, നാളെ വേറെ ഗ്രൂപ്പിൽ പോകും. ഇവ പലയിടത്ത് പോവുക. എവിടെയാണ് അത്ഭുതങ്ങൾ, എവിടെയാണ് മീൻ കിട്ടാൻ പോകുന്നത്? ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം ഫെയ്ത്ത് പോകുമ്പോഴാണ് ഈ ഓട്ട പ്രശ്നം. എല്ലായിടത്തോട്ടും ഓട്ടോ, നാടായ നാട് മുഴുവൻ ഓട്ടത്തില്ല. ഓടിക്കഴിഞ്ഞാൽ അവസാനം ഉണ്ടല്ലോ അതിൻ്റെ ഫെയ്ത്തും പോയി, എല്ലാം പോയി തീർന്നു. നമ്മുടെ സ്വന്തം ഇടവപ്പള്ളിയിലെ ദേവാലയത്തിൽ ഉള്ള ബലിപീഠത്തിൽ ഓരോ ദിവസം അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ അടുത്ത് അവിടെ കർത്താവുണ്ട്. അവിടെയുണ്ട് ആ സക്രാരിയിലിരിക്കുന്ന ഈശോയുടെ അടുത്തേക്ക് പോകണം. അവിടെ പോയിട്ട് ആ ബലിയിൽ പങ്കെടുക്കണം. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കണം. നമ്മൾ സഭയിൽ ജീവിക്കണം. ആ ഇടവക ദേവാലയത്തിൻ്റെ ആ മഹത്വം കളയണം. ദേവാലയം സുഹൃത്ത് കെട്ടിടമല്ലത്, അത് സഭയാണത്. അത് ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ പ്രതീകമാണത്. അത് അതിവിശുദ്ധ സ്ഥലം ബലിയർപ്പിക്കണം. അതെല്ലാം ധ്യാനിക്കണമെന്ന് സഭയോട് ചേർന്ന് ധ്യാനിക്കണം. സർവ്വത്തെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നം ഇതാണ്, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവാൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകും. ജനമൊന്നും പറഞ്ഞില്ല. കാരണം 2 നിൽക്കുന്നുണ്ട്. അവരവരുടെ കാര്യം നടക്കാൻ വേണ്ടി 2 പേരുടെയും കാല് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെയും കാല് പിടിക്കും, ബാലാകയുടെയും കാല് പിടിക്കുന്നൊരു തലമുറയാണ്. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തിൽ ഹല്ലേലൂയ. ഈ നാളുകൾ ചില ധ്യാനങ്ങൾ അണക്കരയിൽ താമസിച്ചുള്ള ധ്യാനം നടക്കുമ്പോൾ ഞാൻ കാണാറുണ്ട്. ഈ 1-ാം പ്രമാണ ലംഘനം എന്തൊരു തമാശ നിറഞ്ഞ സംഭവമാണ്. ആളുകൾ കാണിക്കുന്ന ചില പ്രവർത്തികൾ കാണുമ്പോൾ, എന്നിട്ട് ഇവൻ ഈ പള്ളിയിൽ വന്നിട്ട് കുർബാന ഇവന് ഫെയ്ത്ത് കറക്റ്റ് അല്ല. അതുകൊണ്ടാണ് ദൈവാനുഗ്രഹം കിട്ടാത്തത്. ഇവൻ എല്ലായിടത്തും പോകുന്നതുകൊണ്ടാണ് ഈ ഒന്നും കിട്ടാതെ പോകുന്നത്. ഇവരേതെങ്കിലും ഒരിടത്ത് നിൽക്കുക, ഒന്നെങ്കിൽ പിശാചിന് കൂടെ പോകും, അല്ല കർത്താവിൻ്റെ കൂടെ പോകും. ഏതൊരു തീരുമാനം എടുക്കുക. ഈ ധ്യാനം കഴിയുമ്പോൾ ഒരു തീരുമാനം എടുക്കുക. ഒന്നെങ്കിൽ വിശുദ്ധിയുടെ വഴിയെ പോകും, അല്ല അശുദ്ധിയുടെ വഴിയെ പോകും.
അതേ കർത്താവിൻ്റെ പക്ഷത്തിൽ നിൽക്ക്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പക്ഷത്തിൽ നിൽക്ക്. അതല്ലേ മോശ ഇസ്രായേൽ ജനത്തിൻ്റെ അടുക്കിലേക്ക് 10 കൽപ്പനകളുടെ പലകയുമായിട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു വലിയൊരു ദുരന്തം കാണുന്നുണ്ട്. അതായത് ഇസ്രായേൽ ജനം മുഴുവനും ഒരു സ്വർണം കൊണ്ടുള്ള ഒരു കാളക്കുട്ടിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സംഭവമാണ് കാണുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നതാണെങ്കിൽ അതും രസമാണ്. അത് അഹ്റോനാണ് നേതൃത്വം കൊടുക്കുന്നത്. പ്രൈസ്. അപ്പോൾ എല്ലാവരും കൂടിയാണ്, ആഘോഷപൂർണ്ണമായിട്ട് തന്നെയാണ് എല്ലാവരും കൂടിയാണ് ഈ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. സർവ്വത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ഇറങ്ങി വരുമ്പോഴേ മോശ കാണിക്കുന്ന പ്രവൃത്തി എന്താണ്? മോശ ആ കൽപ്പലക എടുത്തിട്ട് ഒറ്റ ഏറാണ്, എറിഞ്ഞ് പൊട്ടിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുന്നൊരു വാക്കുണ്ട്, കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. സർവ്വത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. തിരുസഭയോട് ചേർന്നൊക്കെ എല്ലായിടത്തും മാറുന്നവന്, എല്ലാ സാഹചര്യങ്ങളും മാറി നിൽക്കണം. 2 വള്ളത്തെ കാല് വെക്കരുത്. ഈശോ എന്ന പേരിടുമ്പോൾ, ക്രിസ്ത്യാനിയുടെ പേരിടുമ്പോൾ നീ മാറി നിൽക്കേണ്ടവനാ, വേർതിരിക്കപ്പെട്ടവനാ, നീ വിശുദ്ധീകരിക്കപ്പെട്ടവൻ. മാമോദീസ വേളയിൽ നമ്മൾ നടന്ന പ്രതിജ്ഞ എങ്ങനെയാണ്? ദേവാലയത്തിൻ്റെ ഈ ആനവാതിക്കൽ പ്രധാന കവാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവിടെ വെച്ച് സഭ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് നീ അതായത് പാപവും പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഉപേക്ഷിക്കുന്നു, അല്ല പിശാചിൻ്റെ പ്രവർത്തനങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു ചോദിക്കുന്നു. നീ എന്താ പറയും? ഉപേക്ഷിക്കുന്നു. ശരിക്കും നീ ആലോചിച്ചാണോ പറയുന്നത്? പ്രശ്നം ഉപേക്ഷിക്കുന്നു പറയും. രണ്ടാമത് പറയും യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്നു. പറയുന്ന വാക്ക് വെറും വാക്കാകരുത്. അപ്പം അത് പറയുന്നത് ഈ അതിനുശേഷം അന്നെങ്കിൽ പള്ളി സഭയിലോട്ട് കയറിക്കൊള്ളാൻ പറയുന്നത്. അപ്പോൾ അവിടെ വെച്ച് നീ പിശാചിനെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചിട്ടേ ഇങ്ങോട്ട് കയറാവുള്ളൂ. ഇങ്ങോട്ട് കയറുമ്പോൾ 2 സ്വഭാവം. അതാണ് ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടാത്തതിന് 2 ദൈവത്തെ അവൻ ആരാധിക്കുന്നുണ്ട്. പ്രൈസ്. പുറമേ ഒരു പക്ഷേ നമ്മുടെ ക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ട്. പ്രൈസ്. അകമേ അവൻ ആരാധിക്കുന്നത് പലപ്പോഴും പണത്തെയും മറ്റു വിഗ്രഹങ്ങളെയും പിശാചുക്കളെയും ലോകത്തെയൊക്കെ ചിലപ്പോൾ ആരാധിക്കുന്ന പോലെ തോന്നും. എല്ലാവരും അല്ലോട്ടോ എന്ന് തോന്നുവാറുണ്ട്. സർവ്വത്തെ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം അതുകൊണ്ടാണ്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ബ്ലോക്ക് അതാണ്. 2 സ്വഭാവം കാണിക്കുന്നു. പ്രൈസ്. അതായത് റോമാലേഖനം 12:1-2 വചനമുണ്ട്. ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായിട്ട് അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 2 വള്ളത്തേക്കാൾ നിൽക്കുക. ചിലപ്പോൾ കൈ കൊന്തയും പ്രാർത്ഥനയും എല്ലാം കാണും, പക്ഷേ അതേസമയം വേറെ സ്വഭാവം കൂടെ കാണാറുണ്ട്. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയ. 2 ഫെയ്ത്ത് കറക്റ്റല്ല. ഈശോയെ ദൈവവും കർത്താവുമായിട്ട് യോഹന്നാൻ 20:28-29 പറഞ്ഞു. തോമാശ്ലീഹ പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മുഴു ഹൃദയത്തോടെ ഈശോയ്ക്ക് ഹൃദയം കൊടുത്തെങ്കിൽ നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ തന്നെ നിൻ്റെ കാര്യങ്ങൾ കർത്താവ് നടത്തിയിരിക്കുക. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയ. അതാണ് മത്തായിയുടെ സുവിശേഷം 6:33. ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുക, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഈ 2 സ്വഭാവമുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ അഭിഷേകം പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടാത്തത്. ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ ചിലർ പോകുന്നത്. ഉള്ളിൽ അപ്പനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മകനോട്, മകളോട്, നാട്ടുകാരോട്, സഭയോട്, മെത്രാനോട്, അധികാരികളോട്, അപ്പസ്തോലന്മാരോടെല്ലാം പകയും വിദ്വേഷവും വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇതങ്ങനെ പ്രാർത്ഥിച്ച് ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും പ്രാർത്ഥനയല്ല കേട്ടോ, അതൊക്കെ കപട പ്രാർത്ഥന. അതും ദൈവസന്നിധിയിലേക്ക് ഉയരത്തില്ലത്. ദൈവസന്നിധിയിൽ നിൻ്റെ പ്രാർത്ഥന എത്തണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പിൻ്റെ സകല മേഖലയും നീ എടുത്ത് ദൂരെ കളയണം. സർവ്വത്തെ പറഞ്ഞു ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞു ഹല്ലേലൂയ.